Hi friends, welcome back to a fresh new video. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കിടിലൊരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് ടാപ്പ് കരോ. ഈ ആപ്ലിക്കേഷനിൽ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളുടെ Paytm ക്യാഷ് ഡബിൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എന്ന് വെച്ചാൽ ജസ്റ്റ് 10 രൂപ നിങ്ങൾ ആഡ് ചെയ്ത് ഗെയിം കളിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 20 രൂപീസ് കിട്ടുന്നതായിരിക്കും. അതൊരു കിടിലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾ സിമ്പിളായിട്ടൊരു ഗെയിം കളിച്ചാൽ മതി. അതുമാത്രമല്ല നിങ്ങൾക്ക് ഞാൻ 100% വിന്ന് ചെയ്യാനുള്ള ട്രിക്കും പറയുന്നുണ്ട് ഈ വീഡിയോൻ്റെ ലാസ്റ്റ്. അതെല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് ആ ട്രിക്ക് മനസ്സിലാവും. ആ ട്രിക്ക് യൂസ് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 100% എല്ലാ ഗെയിംസും ജയിക്കാൻ സാധിക്കും. നിങ്ങൾ എത്ര ഗെയിംസ് കളിച്ചാൽ അതെല്ലാം നിങ്ങൾക്ക് വിൻ ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുശേഷം സൈനപ്പ് ഒക്കെ ഈസിയാണ്. ജസ്റ്റ് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് OTP ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ സൈനപ്പ് ആവുന്നതായിരിക്കും. ഇതായിപ്പോൾ ഓപ്പണായി വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് ഫസ്റ്റ് ഓപ്പൺ ആകുമ്പോൾ വരുന്നത്. ഇവിടെ എങ്ങനെ ഗെയിം കളിക്കാമെന്നൊക്കെ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. സിമ്പിൾ ഗെയിമാണ്. ആദ്യം നിങ്ങൾക്ക് ഇത് ആഡ് മണി ഓപ്ഷൻസ് എല്ലാം ഇവിടെ ഉണ്ട്. ടോട്ടൽ ബാലൻസ് 0 ആണ്. 10 രൂപയാണ് മിനിമം ആഡ് മണി. അപ്പോൾ അത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് 20 രൂപ ആക്കാം. അതിൻ്റെ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇതാ ഇവിടെ റെഫർ ആൻഡ് ഏണിംഗ് ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. നിങ്ങളുടെ റെഫറൽ കോഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഏണിംഗ് ചെയ്യാൻ സാധിക്കും. ഇത് ആദ്യം ഞാൻ നിങ്ങൾക്ക് ട്രിക്ക് യൂസ് ചെയ്യാതെ ഗെയിം കളിച്ച് കാണിച്ചു തരാം. നോർമലായിട്ട് ഇതാ ഗെയിം കളിച്ച് കാണിച്ചു തരാം. ട്രിക്കിൽ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ഗെയിം കളിക്കേണ്ട ആവശ്യമില്ല. പ്ലേ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾ വിന്ന് ചെയ്യുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു ട്രിക്കാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ നോർമലായിട്ട് കളിച്ച് കാണിച്ചത്. നോർമലാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതായി ബോട്ടിൽ ജസ്റ്റ് അടുത്തെത്തുമ്പോൾ ക്ലിക്ക് ചെയ്യണം. അതാണ് ഗെയിം. ജസ്റ്റ് ബോട്ടിൽ കറക്റ്റ് ആ ഫ്രെയിമിൻ്റെ അടുത്ത് എത്തുമ്പോൾ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഗെയിം. പക്ഷെ ഞാൻ പറയുന്ന ട്രിക്കിൽ നിങ്ങൾ ഗെയിം ഒന്നും കളിക്കണ്ട. ജസ്റ്റ് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം കുറച്ച് ട്രിക്കൊക്കെ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് 1 എന്ന് കാണിക്കും. U1 വെച്ചാൽ വിന്ന് ആവുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ നോർമലായിട്ട് ഇത് കളിച്ച് കാണിച്ചു തരാം. എന്നാലും ഇതാ എൻ്റെ പോയിൻ്റ് കൂടുന്നുണ്ട്. 10 പോയിൻറ്റ്സായി. എന്താവും നോക്കാം. എൻ്റെ 10 പോയിൻറ്റ്സ് ആണ്. ഇതാ ഞാൻ എന്നിട്ടും ജയിച്ചിട്ടുണ്ട്. ഇതാ U1 എന്ന് കാണിക്കുന്നുണ്ട്. ട്രിക്ക് യൂസ് ചെയ്യാതെ തന്നെ ഞാൻ ജയിച്ചിട്ടുണ്ട്. ഇനി ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കളിച്ച് കാണിച്ചു തരാം. ട്രിക്കിലോട്ട് പോകുന്ന മുമ്പായിട്ടെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇതേപോലത്തെ ട്രിക്സൊക്കെ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ എക്സ്പയർ ആയി പോകുന്നതായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ കാണുന്നവർക്ക് മാത്രമാണ് ഇതിൻ്റെ എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടും, അധികം ലാഭം കിട്ടും. അവിടെ നിങ്ങൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ കണ്ടിട്ട് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷനിൽ എങ്ങനെ ആഡ് മണി ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് എന്താക്കണം വെച്ചാൽ ഇവിടെ വാലറ്റ് സെക്ഷൻ കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണം അത്രയും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് Paytm യൂസ് ചെയ്ത് ആഡ് മണി ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ എന്താ അധികം ആഡ് മണി ഒന്നും ചെയ്യേണ്ട. ആദ്യം ഈ ട്രിക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം. അതിനുശേഷം ആഡ് മണി ചെയ്ത് കളിച്ചാൽ മതി. ആദ്യം പ്ലേ ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ഫ്രീ ആയിട്ട് കളിച്ച് നോക്കാം. ഇനി നമുക്ക് ട്രിക്കിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് എന്താക്കാന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം. എന്നുവെച്ചാൽ ബാക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ മൊബൈലിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് സെറ്റിങ്സിൽ ഞാൻ പോയിട്ട് കാണിച്ചു തരാം. സെറ്റിങ്സിൽ പോയ ശേഷം ജസ്റ്റ് താഴോട്ട് പോയിട്ടാകുമ്പോൾ ഇവിടെ ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇതാ ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓട്ടോമാറ്റിക് ടൈം ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അത് ഓഫ് ആക്കി കൊടുക്കാം. ഇതാ ഇവിടെ കാണുന്നുണ്ട്. അത് ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കാം. അത് ഓഫ് ചെയ്തിട്ടാകുമ്പോൾ ഇതാ ഇവിടെ സെറ്റ് ടൈം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതാ ഈ സെറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രിക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. എന്നിട്ട് പുതിയൊരു ഗെയിം നമുക്ക് ഓപ്പൺ ആക്കി കൊടുക്കാം. ഇതാ ടാപ്പ് കർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു ഗെയിം നമുക്ക് പ്ലേ ചെയ്യാം. ഞാനിപ്പോൾ ഫ്രീ ഗെയിമാണ് ചെയ്ത് കാണിക്കുന്നത്. ഇതാ പ്ലേ ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആദ്യം നിങ്ങളും ഫ്രീ ഗെയിം കളിച്ച് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് പൈസ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതേടെ ഫൈൻഡിങ് ആവുന്നുണ്ട്. ഒരു പ്ലെയറിനെ ഫൈൻഡ് ആക്കുന്നുണ്ട്. ജസ്റ്റ് ഫൈൻഡിങ് ആവട്ടെ. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾ ഇത് ചെയ്യണം. ഇതാ ഇപ്പോൾ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. ജസ്റ്റ് സെറ്റിങ്സിൽ പോയിട്ട് സെറ്റ് ടൈം കുറച്ച് മുമ്പിലോട്ടാക്കിയാൽ മതി. എന്നിട്ട് പ്ലേ ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. ഇതാ ഇപ്പോൾ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഞാൻ ചെയ്ത് തെറ്റായി പോയി. ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ സെറ്റിങ്സ് പോയിട്ട് മാറ്റി നോക്കാം. ഇതാ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ടൈം കുറച്ച് മുമ്പിലോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഗെയിമിലേക്ക് പോയിട്ടാകുമ്പോൾ ഇതാ ഇത് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പോസ് ഒന്നും ചെയ്തിട്ടാണ്. ഇപ്പോൾ എന്തായിന്ന് നോക്കാം. ഇതാ U1 എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ഗെയിം കളിച്ചിട്ട് പോലുമില്ല. ജസ്റ്റ് ഈ ട്രിക്ക് യൂസ് ചെയ്ത് മാത്രമാണ്. അപ്പം ഞാൻ ജയിച്ചിട്ടുണ്ട്. ഇത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കുക വെച്ചാൽ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉള്ളവരാണെങ്കിൽ അത് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ട്രിക്ക്
ഇങ്ങനെയാണെങ്കിലും ചെയ്യാം, പെട്ടെന്ന് തന്നെ ചെയ്യണം. ഇത് ഞാൻ ഒന്നും കൂടി ചെയ്ത് കാണിച്ചു തരാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണം സെറ്റിങ്സ് പോയിട്ട് മാറ്റേണ്ടത്. ഇതാ ഗെയിം ഇപ്പോൾ ഫൈൻഡിങ് ആവുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതാ ഒരാൾ ഫൈൻഡ് ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ സെറ്റിങ്സ് പോയിട്ട് നമുക്ക് മാറ്റി നോക്കാം. ഇതാ ടൈം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഗെയിം ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ടൈം മാറ്റി കൊടുക്കാം. ഇതാ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും കൂടി ടൈമൊന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. സെറ്റിങ്സ് പോയിട്ട് ഇതാ ജസ്റ്റ് കുറച്ചും കൂടി മുമ്പോട്ടാക്കിയിട്ട് ഓക്കെ ആക്കിയിട്ട് നമുക്ക് തിരിച്ച് ഗെയിമിലേക്ക് വരാം. ഇതാ ഇപ്പോൾ എന്താവുമെന്ന് നമുക്ക് നോക്കാം. ഇതാ ഒന്നും കൂടി ഞാനിവിടെ ജയിച്ചിട്ടുണ്ട്. ഇതാ U1 കാണിക്കുന്നുണ്ട്. ഇത് സിമ്പിൾ ഒരു ട്രിക്കാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നിങ്ങൾ എന്താ വെച്ചാൽ ഫ്രീ ഗെയിം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് നിങ്ങൾക്ക് വർക്കിംഗ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ് ആഡ് ചെയ്ത് റിയൽ ക്യാഷിൻ്റെ ഗെയിംസൊക്കെ കളിക്കാം. ഇത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഗെയിംസ് ഇവിടെ ഉണ്ട്. 10 ഉണ്ട്, 25 ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഗെയിംസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കളിക്കാം. കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതേപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഗുഡ് ബൈ.